11 തൊട്ട് 16 വരെ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നു. ആ ഗവൺമെൻറ് അത്ര മോശമായിരുന്നില്ല. അത് ചില കുഴപ്പങ്ങളിൽ പോയെങ്കിലും ചില പ്രശ്നങ്ങൾ വന്നെങ്കിലും ഇപ്പം നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിഴിഞ്ഞം ടെർമിനൽ, വല്ലാർപാടം, കണ്ണൂർ എയർപോർട്ട്, കൊച്ചി മെട്രോ, ഇതിൻ്റെ എല്ലാം ആധാരശില ആ ഗവൺമെൻറ്റാണ് ഇട്ടത്. അപ്പം അതിനൊരു ഇരുണ്ട കാലം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതിൽ വേറെയും ഒരു പ്രശ്നമുണ്ട്. അത് വെച്ചാൽ ആ ഫ്രണ്ട് പേജിൽ കളക്ട് ചെയ്തതെല്ലാം ആ കാലത്ത് ചില ന്യൂസ് പേപ്പേഴ്സ് ഈ അവരുടെ പത്രത്തിൻ്റെ അകത്തെ താളുകളിൽ അപ്രധാനമായിട്ട് അടിച്ച ചില വാർത്തകളാണ് ഗവൺമെൻറ് പണം ഉപയോഗിച്ചും കൊണ്ട് ഹിന്ദുവിൻ്റെ ഫ്രണ്ട് പേജിലേക്ക് ഗവൺമെൻറ് ഓഫീസർ തന്നെ കൊണ്ടുവന്ന് പ്രിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ PRDയുടെ ഒരു ക്ലാസിക്കൽ ജോലി എന്താണ്? ഗവൺമെൻറ്റിനെതിരെ ഒരു റിപ്പോർട്ട് വന്നാൽ അത് വിശദീകരിക്കുക, അത് ക്ലാരിഫൈ ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പകരം നമ്മൾ വേറൊരു ഡേറ്റിലാണെങ്കിൽ പോലും പ്രധാനമായി കിടന്ന റിപ്പോർട്ട് ഫ്രണ്ട് പേജിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് മെറിറ്റ് അല്ല എന്നുള്ളത് വ്യക്തമല്ലേ? സർക്കാർ അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥനായി നിൽക്കാൻ പാടില്ല, ചെയ്യാനൊക്കില്ല, വിത്തൗട്ട് ഇൻഫ്രിഞ്ചിങ് യുവർ കോൺട്രാക്ട് റൂൾസ്. ഇപ്പോൾ നിങ്ങൾ വിമർശിച്ചില്ലേ സർക്കാരിനെ? കാരണം 16-ലെ സർക്കാരും 26-ലെ സർക്കാരും ഗവർണർ ഓഫ് കേരളയല്ലേ അതിൻ്റെ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. അതെവിടെയോ വിട്ടുപോയി. ഈ ഉദ്യോഗസ്ഥരൊന്നും തന്നെയാണ് ഓൾമോസ്റ്റ് തുടർച്ചയാണ്. ഈ അടിക്കുന്നവരൊക്കെ അന്നും ഉണ്ടാവുമല്ലോ. 16-ന് ശേഷം സർവീസിൽ വന്നവരൊഴിച്ച് എല്ലാവരും ഒന്നും ഉണ്ടാവുമല്ലോ. അറ്റ്ലീസ്റ്റ് PRDയുടെ സെക്രട്ടറി, ചുമതലയുള്ള സെക്രട്ടറി 16-ലും ഉണ്ടല്ലോ, ആയിരുന്നിരിക്കും, എനിക്കറിയാമല്ലോ ആളിനെ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥർ ഒരു തലത്തിൽ, എല്ലാവരും ആയിരിക്കില്ല, കമ്മിറ്റഡായിട്ട് തുടർഭരണ സംസ്ഥാനത്ത് നടപ്പാക്കണമെന്ന് പ്രവർത്തിക്കുന്നു. അതാണ്. പക്ഷെ അതാരുടെ ശ്രദ്ധയിൽ വരുന്നുമില്ല, അത് കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നുമില്ല. അതേസമയം ഇങ്ങനെ ഒരു ഭരണഘടനാപരമായ കാര്യം പറയുമ്പോൾ വലിയ വിവാദവും അത് വിവാദമാക്കാൻ ആളുണ്ട്.